മാനസാന്തരപ്പെട്ടിട്ടാണ് ഞാൻ അവിടുന്ന് പോരുക. പക്ഷേ തിരിച്ച് പിറ്റേ ദിവസം പിന്നെയും അതുപോലെയായി മാറും. അവിടെ നിന്ന് എനിക്കൊരു പാഠം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിയാതെ പാട്ടുകളുടെയും വചനങ്ങളുടെയും ദൈവാത്മാവ് ഇതിനകത്ത് പലരോടും സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ അപ്പച്ചന്റെ സംസ്കാര ശുശ്രൂഷ നടത്താൻ വേണ്ടി പോവുകയാണ്. പക്ഷെ പരിശുദ്ധാത്മ ഇവിടെയുണ്ട്. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ കർത്താവ് എന്ന മടിവിലുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മടിവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മടിവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പകലും ദൈവാത്മാവോടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ എന്ന് പറയുന്ന മഹൽഗ്രന്ഥം, അതിലെ ആരംഭ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ആരംഭ അധ്യായത്തിൽ മരണം എന്ന വാക്കില്ല. ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അങ്ങനെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. മരണമെന്ന പദം ആദ്യം ബൈബിൾ സൂചിപ്പിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? പക്ഷെ അന്നും അവിടെ ആരും മരിച്ചില്ല. പക്ഷെ ആദ്യം മരണം ബൈബിൾ പറയുന്ന അടിസ്ഥാനത്തിൽ നടന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ആദാം പഴം പറിച്ചു തിന്നു, മരണം നടന്നു. സ്പിരിച്വൽ ഡെത്ത് നടന്നു. ആദാം ശരീരത്തിൽ മരിച്ചിട്ടില്ല, സ്പിരിച്വൽ ഡെത്താണ് നടക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിലാണ് ആദ്യത്തെ മരണം നടക്കുന്നത്. ഭൗമമണ്ഡലത്തിൽ ആദ്യത്തെ മരണം നടക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ആ മരണം സ്വാഭാവിക മരണമല്ല, വയോധിക മരണമല്ല, ശിശു മരണമല്ല, അപകട മരണമല്ല. ആ മരണം കൊലപാതകമാണ്. സ്വന്തം ചേട്ടൻ അനുജനെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ മരിച്ചത് ഹാബേലും കൊന്നത് കയീനുമാണ്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ ശവക്കല്ലറകളുടെ അധ്യായം എന്ന് പറയത്തക്ക നിലവാരത്തിൽ കണ്ടമാനം മരണങ്ങൾ കാണാം. കണ്ടമാനം വ്യക്തികൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. മരണത്തിന്റെ അല്ലെങ്കിൽ കണ്ടമാനം ശവക്കല്ലറകൾ കാണുന്ന മരണത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. അവിടെ കണ്ടമാനം മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിന്റെ നടുവിൽ ഒരു വ്യക്തി മരണം കൂടാതെ എടുക്കപ്പെട്ടു. ആ വ്യക്തിയുടെ പേര് ഹാനോക്ക് എന്നാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയതിനാൽ കാണാതെയായി. ഞാൻ പറഞ്ഞതല്ല, ഞാൻ കഥ പറയുന്നതല്ല, ബൈബിൾ പറഞ്ഞതാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയതിനാൽ കാണാതായി. മരണത്തെ ജയിച്ച് ആദ്യമായി ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് പറന്നു പോവുകയാണ്. പ്രിയ അപ്പച്ചൻ പകല് 12:57 ഈ ഭൂമുഖത്ത് നിന്ന് താൻ നിത്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ കാടിനകത്ത് നമ്മൾ കണ്ടു. അപ്പച്ചന്റെ ആത്മാവാണ് പോയത്. പക്ഷേ ഹാനോക്ക് പോയത് അങ്ങനെയല്ല. ഹാനോക്ക് പോയത് തന്റെ ശരീരം രൂപാന്തരപ്പെട്ട് താൻ സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് പോയി. നല്ലൊരു ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് പറയാം. ഞങ്ങളീ പറയുന്നത് വെറും കഥകളൊന്നുമല്ല. ഈ കഥകൾ ദൈവവചനത്തിലെ ട്രൂത്താണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യർ മരണത്തെ ജയിച്ച് അവർ ദൈവത്തിലേക്ക് മറന്നു പോയിട്ടുണ്ട്. മരണം അതിനെ ഭയപ്പെടുന്നവരുണ്ട്, അതിനെ പേടിക്കുന്നവരുണ്ട്, അതിന്റെ വടിവിൽ തലകുറിച്ച് നിൽക്കുന്നവർ പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഉറപ്പോടെ ഈ അപ്പച്ചന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, മരണത്തെ ജയിച്ച ഭക്തന്മാർ ഉണ്ട്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ, പൊട്ടക്കുളം ചർച്ചിൽ വന്ന് ചാർജ് എടുക്കുമ്പോ അവിടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, റോസിനി എന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ തനിക്ക് ഒരു മാരകമായ രോഗം വന്നു, ക്യാൻസർ രോഗം വന്നു. ഞങ്ങൾ കണ്ടമാനം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു, പാസ്റ്റർമാരെ കൊണ്ടുവന്നു, പ്രവാചകന്മാരെ കൊണ്ടുവന്നു. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് സൗഖ്യമാക്കുമെന്ന്. പക്ഷെ കർത്താവ് സൗഖ്യമാക്കിയില്ല. അങ്ങനെ ഈ സിസ്റ്റർ ഇച്ചിരി സീരിയസ് ആയിട്ട് അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അമല ക്യാൻസർ ഹോസ്പിറ്റലിലെ അന്നത്തെ ഡയറക്ടർ എൻ്റെ പിച്ചി മാസ്റ്റർ കസിനായിരുന്നു, വാൾട്ടറച്ചനായിരുന്നു. അങ്കിള് അവിടെ ആയതുകൊണ്ട് അങ്കിളോട് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇച്ചിരി വേദന കൂടിയപ്പോൾ എന്നെ വിളിപ്പിച്ച് ഞാൻ അവിടെ ചെന്ന്, ആന്റി താൻ വിവാഹം കഴിച്ചിട്ടില്ല, തന്റെ കിടക്കിൽ തന്നെ കിടക്കുകയാണ്, ഞാൻ അവിടെ അടുത്തിരിക്കുകയാണ്, ഞാൻ ആ കട്ടിലിരിക്കുകയാണ് അവിടെ. കാരണം അവിടെ ഒരു ചെയറിനകത്ത് ഏതോ ഒരു ബ്രദർ ഇരിക്കുന്നുണ്ട്, ഒരു സഹോദരി അമ്മച്ചി ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ഈ റോസിനേച്ചി പറയുകയാണ്, പാസ്റ്റർ ഇച്ചിരി നീങ്ങിയിരിക്കുക,
എന്നെ കൊണ്ടുപോകാൻ വന്ന ദൈവത്തിന്റെ ദൂതൻ നിൽക്കുക. എന്റെ ചെവി കൊണ്ട് കേട്ടതാ, ഞാൻ പറഞ്ഞു കേട്ടതല്ല, കഥ കേട്ടതല്ല പറയുന്നത്. ആ വാക്ക് പ്രിയ സഹോദരി പറയുകയും ഞാൻ പ്രാർത്ഥിക്കുകയും പ്രിയ സഹോദരി നിത്യവിലേക്ക് പ്രവേശിച്ചു. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അങ്ങനെ കൈയടിച്ചൊന്നും പാടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടും പേടിയുള്ളത് കൊണ്ടൊക്കെ പാടാത്തതാണോ? ഈ CPM കാര് TPM കാര് അവര് പറഞ്ഞൊരു പദമുണ്ട്, അടക്കാരാധന എന്ന് പറയും. അങ്ങനെ എനിക്ക് ഇച്ചിരി വോളിയം കൂട്ടിയിട്ടോട്ടെ, ഞാൻ വേഗം നിർത്താം, നിങ്ങൾ പേടിക്കണ്ട. അവര് അടക്കാരാധന എന്ന് പറയും. അത് ഈ അടക്കുന്ന സമയത്ത് അവര് കർത്താവിനെ ആരാധിച്ച് അടക്കുള്ളൂ. ഒരു ആമി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആര് ഇതിനകത്ത് വിഷമിച്ചു ഇരിക്കേണ്ട, നമ്മുടെ അപ്പച്ചൻ കർത്താവിന്റെ അടുക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ശുശ്രൂഷിക്കുന്നത് നന്നായിട്ട് അപ്പച്ചന് യാത്ര കൊടുക്കുക. നമ്മൾ കരഞ്ഞോണ്ട് യാത്ര അയച്ചാൽ അപ്പച്ചന്റെ ആത്മാ പറയും, എന്ത് ബോധക്കാണ് ഇവർ കാണിക്കുന്നത്, ഞാൻ എന്റെ അപ്പന്റെ അടുക്കലെത്തി. ഈ UK കർത്താവ് ഉണർവിന് വേണ്ടി ഉപയോഗിച്ച സ്മിത്ത് സ്മിനിസ്വർത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. 14 പേരെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്. അപ്പൊ ആ ദൈവദാസന്റെ ചർച്ചിൽ ഞാൻ പോയി, ഇവിടെ കഴിഞ്ഞ ട്രിപ്പിൽ പോയപ്പോൾ ആ ചർച്ചിൽ നിന്ന് പോയി ആരാധനയ്ക്ക് വേണ്ടി പോയതാ. അപ്പൊ ആളുടെ ചരിത്രം ഞാൻ കേട്ട